സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ഒന്നാം ഉത്സവ ദിവസം ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് ആരംഭമായത്. മാർച്ച് 3-നാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ക്ഷേത്രത്തിന് മുന്നിൽ സജ്ജമാക്കിയ പച്ചപ്പന്തലിൽ തോറ്റംപാട്ടുകാർ കൊടുങ്ങല്ലൂർ ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് പ്രാർത്ഥിച്ചതോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. ഒന്നാം ഉത്സവത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചത്. മാർച്ച് 3-നാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല മഹോത്സവ ചടങ്ങിലെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിച്ചു. ആറ്റുകാൽ അംബ പുരസ്കാരവും അദ്ദേഹം ഏറ്റുവാങ്ങി. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാൽ ഒരു വികാരമാണ്. ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിൻ്റെ തിരുവോണം. ഏതൊരു തിരുവനന്തപുരത്തുകാരനെ പോലെയും എൻ്റെ കൗമാരവും ആറ്റുകാൽ അമ്പല ദർശനവും പൊങ്കാല അനുഭവമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ അന്ന് ആറ്റുകാൽ ക്ഷേത്രം ഇത്രയും വികസിച്ചിട്ടില്ല. ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകൾ ഒരൊറ്റ ദിവസം ഒത്തുചേരുന്ന ഇടമെന്നതിൻ്റെ പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒന്നിലേറെ തവണ ഇടം നേടിയ കാര്യമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒപ്പം അഭിമാനത്തോടെ ഞാൻ അവരോട് പറയാറുണ്ട്, നോക്കൂ, ഇതുപോലൊരു ക്ഷേത്രോത്സവവും ലോകത്ത് എൻ്റെ നാട്ടിലേ ഉള്ളൂ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഉത്സവത്തോട് അനുബന്ധിച്ച് എന്നെ ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്നാൽ പലവിധ കാരണങ്ങളാൽ ഉത്സവ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ദാസ, ആ ദാസ എന്നുള്ള വിളി അമ്മയുടെ വിളിയായിട്ട് ഞാൻ കണക്കാക്കി. അന്നൊന്നും എനിക്ക് സമയമായിട്ടില്ലെന്ന് ദേവി കെട്ടിയിട്ടുണ്ടാകും. ഈ വർഷം ഏതായാലും അമ്മയുടെ അനുഗ്രഹത്താൽ ചടങ്ങിലെത്താനും ആറ്റുകാൽ അമ്മയുടെ നാമധേയത്തിലുള്ള അംബാ പുരസ്കാരം ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. പൊങ്കാല ചടങ്ങുകൾ സുഗമമാക്കാൻ ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നഗരസഭ പൂർത്തീകരിച്ചിരുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് ഫെബ്രുവരി 15-ാം തീയതിക്ക് മുമ്പ് വർക്കുകളെല്ലാം പൂർത്തിയാവണമെന്ന് പറഞ്ഞു. ഒരു ദിവസം ശിവരാത്രി ആയതുകൊണ്ട് 2 ദിവസം തൊഴിലാളികൾ വരാത്തത് കൊണ്ട് 2 ദിവസം കൂടെ നീങ്ങി. ഫെബ്രുവരി 17-ാം തീയതി കൊണ്ട് 29 റോഡുകളാണ് പൊങ്കാലയുമായി ബന്ധപ്പെട്ട ടാറിങ് ആവശ്യമായി വന്നത്. 29 റോഡുകളുടെയും പണി ഫെബ്രുവരി 17-ാം തീയതി കൊണ്ട് പൂർത്തിയായെന്നുള്ളത് ചരിത്രത്തിലാദ്യമായിട്ട് ഇടം പിടിക്കുന്ന അല്ലെങ്കിൽ നേടിയൊരു നേട്ടമാണ്. സേവാഭാരതിയുടെ വൈദ്യസഹായ കേന്ദ്രവും ക്ഷേത്ര പരിസരത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. മേയർ വി രാജേഷ് വൈദ്യസഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. സക്ഷമയുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.